സേമിയ കൊണ്ട് അടിപൊളി ഒരു മധുരമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 250 ഗ്രാം സേമിയാണ്. ഇത് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സി ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പൊടിയായിട്ടല്ലാണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് പൊടികളായിട്ട് കിട്ടും നമുക്ക്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേസരിയൊക്കെ വെക്കുന്ന സമയത്ത് നല്ലൊരിതുണ്ടാവും കേട്ടോ, അതിങ്ങനെ കോരി കഴിക്കാനൊക്കെ. ഇനി ഈ ഒരു സേമിയ നന്നായിട്ട് വറുത്തെടുക്കണം. ഈ ഒരു ഇതിലേക്ക് തന്നെ ഞാൻ പച്ചക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വറുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. വറുത്തെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, കരിഞ്ഞു പോകത്തുമില്ല. സേമിയത്തിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വരുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നേരത്തെ തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം നമ്മളിപ്പോൾ 4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ സേമിയ വെന്തിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി കൈയെടുക്കാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അതുമല്ല അടിക്ക് പിടിക്കാനും നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം. ഒരു പിഞ്ച് ഫുഡ് കളറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളർ കിട്ടാൻ വേണ്ടി, ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈയെടുക്കാണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്നൊരു കുഴഞ്ഞൊരു പരുവത്തിനാകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ തീ അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് തുടരെ ഇങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കുക. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിവിടെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ആ വെള്ളമൊക്കെ പറ്റി ഒന്ന് കട്ടിയായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി ഞാനൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിനാണ് കേട്ടോ. ഒരു കുഴഞ്ഞ ആ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് ഡ്രൈ ആവാണ്ട് നമ്മൾ തീ അങ്ങോട്ട് കത്തിച്ചിട്ട് ഇളക്കിയെടുക്കേണ്ട, ഇത്രയും മതി. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരുമല്ലോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇനി ഒരു തവി വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പഞ്ചസാരക്ക് പകരമായിട്ട് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ രീതിക്ക് ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്വീറ്റാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.